കേരളത്തിന്റെ സഞ്ചിത കടം. എന്താണ് ഈ സഞ്ചിത കടം? അതൊന്ന് നന്നായി വിവരിച്ചു തരാമോ എന്ന് എന്നോടൊരു പ്രിയപ്പെട്ട ശ്രോതാവ് ചോദിച്ചു. ആരാണെന്നല്ലേ ആ ശ്രോതാവ്? അന്നമ്മ കോശി ഫ്രം പാലാരിവട്ടം. ഈ അന്നമ്മ കോശി പോർട്ട് ട്രസ്റ്റിൽ നിന്ന് വലിയ ഒരു പദവിയിൽ നിന്ന് റിട്ടയർ ചെയ്ത വനിതയാണ്. അതുപോലെ പിന്നെ അന്നമ്മ കോശിയെ അറിയാൻ നിങ്ങൾക്ക് വേറൊരു വഴിയും കൂടി ഞാൻ പറഞ്ഞു തരാം. ദീപ്തി മേരി വർഗീസിനെ അറിയുമല്ലോ. കോൺഗ്രസിന്റെ ഒരു സമുന്നത വനിതാ നേതാവാണ്. ഗോഡ് ഫാദേഴ്സ് വല്ലവരും ഉണ്ടായിരുന്നെങ്കിൽ ഇതിനകം എത്രയോ മുൻപേ തന്നെ ദീപ്തി മേരി വർഗീസ് MLA യും മന്ത്രിയും ഒക്കെയായി UDF ശോഭിക്കുമായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള പിന്നെ ദീപ്തി മേരി വർഗീസിന്റെ അമ്മയും മിടുമിടുക്കിയാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ചോദ്യം, അതായത് സഞ്ചിത കടത്തെ പറ്റി ആഴത്തിൽ അറിയാൻ ആഗ്രഹിക്കുന്നു എന്ന് വരുന്നത് തന്നെ അവരുടെ മികവിന്റെ പര്യായമായി വേണം നാം കണക്കാക്കാനായിട്ട്. അപ്പൊ നമുക്ക് നോക്കാം എന്താണ് ഈ സഞ്ചിത കടം. ഇത് അന്നമ്മ കോശി പ്രത്യേകം ശ്രവിക്കും എന്ന് ഞാൻ കരുതുന്നു. സഞ്ചിത കടം എന്ന് പറയുന്നത് സംസ്ഥാനം രൂപീകരിക്കപ്പെട്ട 1956 നവംബർ 1 മുതൽ ഇങ്ങോട്ടുള്ള കൂട്ടിച്ചേർക്കപ്പെട്ട കടമാണ്. ഓരോ വർഷവും ഒരു വർഷം വാങ്ങിച്ച കടം, അത് മേ ബി പിന്നെ ഗവൺമെന്റ് എങ്ങനെയൊക്കെയാണ് കടം എടുക്കുന്നത്, പല രീതിയിലാണ് കടം എടുക്കുന്നത്. ഏറ്റവും നല്ല ഭാഗം കടവും റിസർവ് ബാങ്ക് വഴിയാണ് എടുക്കുന്നത്. കടപ്പത്രങ്ങൾ വിറ്റാണ് പിന്നെ സമാഹരിക്കുന്നത്. അങ്ങനെ കടപ്പത്രങ്ങൾ വിൽക്കുന്നത് പല വർഷങ്ങളുടെ കാലപരിധിയിലായിരിക്കും. ചില കടപ്പത്രങ്ങൾ വാങ്ങുമ്പോൾ അത് 5 വർഷം, ചിലത് 10 വർഷം, ചിലത് 15 വർഷം, ചിലത് 30 വർഷം. ഈ തരത്തിലായിരിക്കും ഈ കടപ്പത്രങ്ങളുടെ കാലപരിധി. അപ്പൊ അങ്ങനെ കടപ്പത്രങ്ങൾ വഴി പണം സമാഹരിക്കുന്നു. അതുകൂടാതെ തന്നെ LIC, GIC, നബാർഡ് ഇങ്ങനെയുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് വഴിയായിട്ട് കടം സമാഹരിക്കുന്നു. പിന്നെ സ്മോൾ സേവിങ്സ് ഫണ്ട്, അങ്ങനെയൊക്കെ ഗവൺമെന്റിന്റെ അധീനതയിൽ തന്നെ വരുന്ന മാർഗങ്ങളിലൂടെ കടം വാങ്ങുന്നു. ഏത് ഫണ്ട് എവിടെ നിന്ന് സംസ്ഥാന ഗവൺമെന്റ് വാങ്ങി ചെലവഴിച്ചാലും അത് പലിശ സഹിതം തിരിച്ചു കൊടുക്കേണ്ടതാണ്. അപ്പൊ അതുകൊണ്ടാണ് ഈ സഞ്ചിത കടത്തിന്റെ ലിസ്റ്റിലേക്ക് ഇതെല്ലാം കടന്നു വരുന്നതും ഇതൊക്കെ വളരെ പ്രധാനമായിരിക്കുന്നത്. അപ്പൊ അങ്ങനെ ഉള്ള ഈ കടം എന്താണ്, എങ്ങനെയാണ് സംസ്ഥാനത്തിനെ ബാധിക്കുന്നത് എന്നൊക്കെയാണ് നാം അറിയേണ്ടത്. അപ്പൊ നമുക്ക് സഞ്ചിത കടത്തെ പറ്റി ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കണം എന്ന് വെച്ചോളൂ. ഇപ്പം സിവിൽ സർവീസ് ഒക്കെ ചെയ്യുന്ന കുട്ടികളോ അല്ലെങ്കിൽ ഫിസ്ക്കൽ മാറ്റേഴ്സിലെ PhD ചെയ്യുന്നവരോ ഒക്കെ ആണെങ്കിൽ അവർ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. ഗവൺമെന്റ് ഓഫ് കേരള, ഏത് സംസ്ഥാന ഗവൺമെന്റിന്റെ ആണെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട പിന്നെ ഫിസ്ക്കൽ ഡോക്യുമെന്റ് എന്ന് പറയുന്നത് ബജറ്റ് ഇൻ ബ്രീഫ് എന്ന ഗവൺമെന്റ് ഓഫ് കേരള. ആ സ്റ്റാറ്റിസ്റ്റിക്കൽ ഡോക്യുമെന്റ് ഓരോ വർഷവും ബജറ്റിനോടനുബന്ധിച്ച് പുറത്തിറക്കുന്ന സ്റ്റാറ്റിസ്റ്റിക്കൽ ഡോക്യുമെന്റ് ആണ് ബജറ്റ് ഇൻ ബ്രീഫ് ഗവൺമെന്റ് ഓഫ് കേരള. അതുപോലെ ഓരോ സംസ്ഥാനത്തിനും ഉണ്ട് അവരുടെ ബജറ്റ് ഡോക്യുമെന്റ്സ്. അപ്പൊ ഈ ബജറ്റ് ഇൻ ബ്രീഫ് എടുത്താൽ നമുക്ക് നമ്മുടെ ബജറ്റിനെ പറ്റി ആ ഒരു വർഷം വരാനിരിക്കുന്നത് മാത്രമല്ല, പോയ ഏതാനും വർഷങ്ങളിലെ ബജറ്റ് ഡീറ്റെയിൽസും കൂടി ആ ഓരോ ബജറ്റ് ഡോക്യുമെന്റിലും കാണും. ഇങ്ങനെ ബജറ്റ് ഡോക്യുമെന്റ് എടുത്ത് നോക്കിയാൽ ഇപ്പം എവിടെയാണ് ഈ ബജറ്റ് ഡോക്യുമെന്റിൽ ഈ പിന്നെ ഔട്ട്സ്റ്റാൻഡിങ് ഡെറ്റ് ഓഫ് ദ സ്റ്റേറ്റ് കിടക്കുക, അതായത് പേജ് A10, ഈ വർഷത്തെ ബജറ്റ് ഡോക്യുമെന്റിലെ കാര്യമാണ് ഞാൻ പറയുന്നത് കേട്ടോ. പേജ് A10, അതിൽ ടേബിൾ A7, ആ ടേബിൾ A7 എടുത്താൽ ഡെറ്റ് ഔട്ട്സ്റ്റാൻഡിങ് ഓഫ് ദ സ്റ്റേറ്റ് ഗവൺമെന്റ് ഓഫ് കേരള എന്നാണ് ഹെഡിങ് ഉള്ളത്. ആ ടേബിൾ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഔട്ട്സ്റ്റാൻഡിങ് ഡെറ്റിന്റെ എല്ലാ വിശദാംശങ്ങളും കിട്ടും. അപ്പൊ നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും ഈ ടേബിൾ എടുക്കാം. ഏത് പേജാണ്, ഞാനിത് ആരെങ്കിലും റെഫറൻസിന് വേണ്ടി എടുക്കുന്നു, ഇൻട്രസ്റ്റോട് കൂടി നോക്കുന്നു എങ്കിൽ അവർക്ക് വേണ്ടിയാണ് വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നത്. പേജ് A10. എവിടെ പേജ് A10? ബജറ്റ് ഇൻ ബ്രീഫ് 2024-25 ഗവൺമെന്റ് ഓഫ് കേരള. ആ ഡോക്യുമെന്റ് എടുക്കുക. അതൊരു സ്റ്റാറ്റിസ്റ്റിക്കൽ ഡോക്യുമെന്റ് ആണ്. ആ ഡോക്യുമെന്റ് ഏറ്റവും നന്നായിട്ട് എടുക്കാവുന്ന വെബ്സൈറ്റ് ഏതാണ്? www.nic.in. NIC എന്ന് പറഞ്ഞാൽ നാഷണൽ ഇൻഫോർമാറ്റിക് സെന്റർ. ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെയും സംസ്ഥാന ഗവൺമെന്റുകളുടെയും ഒക്കെ ഒഫീഷ്യൽ ഡോക്യുമെന്റ് പ്രൊവൈഡ് ചെയ്യുന്ന വെബ്സൈറ്റ് ആണ് NIC, നാഷണൽ ഇൻഫോർമാറ്റിക് സെന്റർ. അതിന്റെ വെബ്സൈറ്റിൽ പോവുക. അപ്പോൾ നമ്മൾ ഗൂഗിളിൽ പോയാൽ
നമ്മളെ പലതിലും ഗൂഗിൾ തെറ്റിക്കും. അതേ സമയത്ത് ഈ നാഷണൽ ഇൻഫോർമാറ്റിക്സ് സെന്ററിന്റെ വെബ്സൈറ്റ് എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് ഗവൺമെന്റ് ഡോക്യുമെന്റ്സ് എവറിത്തിങ് വളരെ കൃത്യതയോടുകൂടി നമുക്ക് ആ ഡോക്യുമെന്റിൽ കിട്ടും. അതുകൊണ്ടാണ് www.nic.in ബജറ്റ് ഇൻ ബ്രീഫ് ഗവൺമെന്റ് ഓഫ് കേരള എന്ന് അടിച്ചാൽ നിങ്ങൾക്ക് ഈ ഡോക്യുമെന്റ് കിട്ടും. അങ്ങനെ ഡോക്യുമെന്റ് കിട്ടുമ്പോൾ പേജ് A10 ടേബിൾ A7, അതാണ് പേജ് A10 ടേബിൾ A7, അതെടുത്തു കഴിയുമ്പോൾ നമുക്ക് ഡെറ്റ് ഔട്ട്സ്റ്റാൻഡിങ് ഓഫ് ദ സ്റ്റേറ്റ് ഗവൺമെന്റ് കിട്ടും. അപ്പൊ ഇതിന് പാർട്ട് എ പബ്ലിക് ഡെറ്റ്, പാർട്ട് ബി അങ്ങനെ രണ്ടായിട്ട്, പാർട്ട് എ എന്നും പാർട്ട് ബി എന്നും പറഞ്ഞ് രണ്ടായിട്ട് തിരിക്കുന്നുണ്ട്. പാർട്ട് എയിൽ വരുന്നത് റിസർവ് ബാങ്ക് വഴി എടുക്കുന്ന കടം, അതുകൂടാതെ LIC, GIC ഇങ്ങനെയുള്ള നബാർഡ് തുടങ്ങിയ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് വഴിയായിട്ട് എടുക്കുന്ന കടം. ഇതൊക്കെയാണ് പാർട്ട് എയിൽ വരുന്നത്. പാർട്ട് ബിയിൽ സംസ്ഥാന ഗവൺമെന്റിന്റെ സ്മോൾ സേവിങ്സ് ഫണ്ട്, പെൻഷൻ ഫണ്ട്, ഇതൊക്കെ സംസ്ഥാന ഗവൺമെന്റിന്റെ അധീനതയിൽ വരുന്ന ഫണ്ടുകളാണ്. ആ ഫണ്ടിൽ നിന്നും ഗവൺമെന്റിന് കടമെടുക്കാം, പക്ഷെ അത് കൃത്യമായിട്ട് തിരിച്ചടയ്ക്കണം, പലിശ സഹിതം എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ പാർട്ട് ബിയിൽ അത്തരം കടങ്ങളാണ് വരിക. എയും ബിയും കൂടി ചേർന്നാൽ ടോട്ടൽ ഔട്ട്സ്റ്റാൻഡിങ് ഡെറ്റ് ആവും. അപ്പൊ എന്താണ് ഈ ടോട്ടൽ ഔട്ട്സ്റ്റാൻഡിങ് ഡെറ്റിന്റെ മാനദണ്ഡം? അതായത് 1998-99 നടത്തിയ ശമ്പള പരിഷ്കരണവും സെൻട്രൽ ഗവൺമെന്റ് നടപ്പാക്കിയ സെൻട്രൽ 5th പേ റിവിഷൻ, ആ പേ റിവിഷൻ 40% മുതൽ 60% വരെ ശമ്പള വർധനവ് നൽകി. അതിനെ തുടർന്ന് സംസ്ഥാന ഗവൺമെന്റും സംസ്ഥാന തലങ്ങളിൽ ജീവനക്കാർ അതേ അളവിൽ ശമ്പള പരിഷ്കരണം നടത്തണമെന്ന് വാശി പിടിച്ചു. അങ്ങനെ എല്ലാ സംസ്ഥാനങ്ങളും തന്നെ ആ രീതിയിൽ നടപ്പാക്കേണ്ടി വന്നു. അതുപോലെ കേരളത്തിലും 2000, 2001, 2002 പീരീഡിൽ, അതായത് 97-98 കാലഘട്ടത്തിൽ LDF ഗവൺമെന്റ് ആണ്. LDF ഗവൺമെന്റ് സംസ്ഥാന ജീവനക്കാരോട് പറഞ്ഞു, ഞങ്ങൾ അടുത്ത പ്രാവശ്യം ഭരണത്തിൽ വരുമ്പോൾ 2001, 2002 ഭരണത്തിൽ വരുമ്പോൾ തീർച്ചയായിട്ടും ഇത് ഇംപ്ലിമെന്റ് ചെയ്തിരിക്കും, തത്വത്തിൽ ഞങ്ങൾ ഈ പേ റിവിഷൻ അംഗീകരിക്കുന്നു എന്ന് പറഞ്ഞ് അവരെ ആശ്വസിപ്പിച്ച് അവരുടെ വോട്ട് ബാങ്ക് രാഷ്ട്രീയം കളിച്ച് ഇറങ്ങി. പക്ഷെ അടുത്ത പ്രാവശ്യം ഭരണത്തിൽ വന്നത് UDF ആയിരുന്നു. അങ്ങനെ UDF വന്നു, AK ആന്റണി മുഖ്യമന്ത്രിയായി. അപ്പോൾ ഈ ശമ്പള പരിഷ്കരണം 40% മുതൽ 60% വരെയുള്ള ശമ്പള വർധനവിനെ പറ്റി പഠിക്കാൻ അദ്ദേഹം ഒരു കമ്മീഷനെ നിയോഗിച്ചു. അങ്ങനെ പഠിച്ചു കഴിഞ്ഞപ്പോഴാണ് അത് നടപ്പാക്കിയാൽ സംസ്ഥാനം കടക്കണിയിലേക്ക് പോകും, സംസ്ഥാനത്തിന് അത് വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ പറ്റാത്ത അത്ര വലിയ കടം അത് വരുത്തി വയ്ക്കുമെന്ന് മനസ്സിലായി. അപ്പൊ പറഞ്ഞു, ഒരു ചെറിയ തോതിലൊക്കെ നടത്താം, ശമ്പള പരിഷ്കരണം നടത്താം, പക്ഷെ ഈ വലിയ സ്കെയിലിൽ 40 മുതൽ 60% വരെ വർധനവ് പറ്റില്ല. അതിനിപ്പോ സംസ്ഥാന ഗവൺമെന്റിന്റെ എന്താ പറയാ ഫിസ്ക്കൽ സിറ്റുവേഷൻ യോജിച്ചതല്ല എന്ന് അദ്ദേഹം അവതരിപ്പിക്കുന്നു. പക്ഷേ അതിന്റെ ഫലം എന്തായിരുന്നു എന്ന് നമുക്കറിയാം. സംസ്ഥാന ജീവനക്കാരും എയ്ഡഡ് സെക്ടർ ജീവനക്കാരും സമരത്തിലേക്ക് പോയി. 36 ദിവസം നീണ്ടു നിന്ന സമരം അവസാനം ഗവൺമെന്റ് മുട്ടുമടക്കി. ആ ശമ്പള പരിഷ്കരണം കേരളത്തിലും അതുപോലെ തന്നെ നടപ്പിലാക്കി. അതിന്റെ ഫലം എന്തായിരുന്നു? 2001, 2002, 2003 ഒക്കെ ആകുമ്പോഴത്തേന് എല്ലാ സംസ്ഥാനങ്ങളും കടക്കിണിയുടെ വക്കിലെത്തുന്നത് പോലെ ഫിസ്ക്കൽ ക്രൈസിസിലേക്ക് നീങ്ങി. അങ്ങനെ ഫിസ്ക്കൽ ക്രൈസിസിലേക്ക് നീങ്ങിയപ്പോൾ കേന്ദ്ര ഗവൺമെന്റിന് ഭയമുണ്ടായിരുന്നു. 90-91 നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. 90-91 പ്രത്യേകത, ഇന്ത്യ തന്നെ കടക്കിണിയിലേക്ക് പോകുന്ന ഒരു സിറ്റുവേഷൻ എത്തി. അപ്പോഴാണ് ഇന്ത്യ ഗവൺമെന്റ് വേൾഡ് ബാങ്കില് IMF-ലൊക്കെ വായ്പ ചോദിച്ച് കൈനീട്ടി, തരില്ല, നിങ്ങൾ കടക്കണിയിലേക്കാണ്, ഇന്ത്യ കടക്കണിയിലേക്കാണ്, വായ്പ തരില്ല എന്ന് പറഞ്ഞു. അവസാനം എന്ത് ചെയ്യേണ്ടി വന്നു? നമ്മുടെ കമ്മട്ടത്തിലിരുന്ന, അതായത് കറൻസിക്ക് ബാക്കിംഗ് ആയിട്ട് വെച്ചിരിക്കുന്ന സ്വർണം, ആ സ്വർണം കൊണ്ടുപോയി സ്വിസ് ബാങ്കിലും ബാങ്ക് ഓഫ് ഇംഗ്ലണ്ടിലും, സ്വിസ് ബാങ്കിൽ 2 തവണയും ബാങ്ക് ഓഫ് ഇംഗ്ലണ്ടിൽ 1 തവണയും പണയം വെച്ച് കടമെടുക്കേണ്ടി വന്നു. ഭാര്യയുടെ കെട്ടുതാലി വിറ്റ് അല്ലെങ്കിൽ പണയം വെച്ച് വായ്പ എടുക്കുന്നത് പോലെ കമ്മട്ടത്തിലെ സ്വർണം, ബാക്കിംഗ് ആയിട്ട് വെച്ചിരിക്കുന്ന സ്വർണം കൊണ്ടുപോയി പണയം വെച്ച് വായ്പ എടുക്കേണ്ടി വന്നു. നമുക്ക് ആവശ്യമുള്ള ഇന്ധനം ഇറക്കുമതിക്ക് പോലും. അത്തരം ഒരു സിറ്റുവേഷൻ വീണ്ടും ഇന്ത്യയിൽ വരും എന്ന് തോന്നി ഈ എല്ലാ സംസ്ഥാനങ്ങളും വലിയ ഫിസ്ക്കൽ ക്രൈസിസിലേക്ക് പോയപ്പോൾ. അപ്പോഴാണ് ഫിസ്ക്കൽ റെസ്പോൺസിബിലിറ്റി ആൻഡ് ബജറ്റ് മാനേജ്മെന്റ് ആക്ട് എന്ന നിയമം കൊണ്ടുവരുന്നത്. അപ്പോൾ ഈ ഫിസ്ക്കൽ റെസ്പോൺസിബിലിറ്റി ആൻഡ് ബജറ്റ് മാനേജ്മെന്റ് ആക്ട്, ആ നിയമത്തിൽ എന്താണ് പറയുന്നത്? എങ്ങനെയാണ്
ഫിസ്ക്കൽ റെസ്പോൺസിബിലിറ്റി സംസ്ഥാനങ്ങളും കേന്ദ്രവും കാണിക്കേണ്ടത്, എത്ര വരെ കടമെടുക്കാം എന്നുള്ള കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് മാനദണ്ഡം അനുസരിച്ച് വിവരിച്ചിരിക്കുന്നതാണ് ഈ ഫിസ്ക്കൽ റെസ്പോൺസിബിലിറ്റി ആൻഡ് ബഡ്ജറ്റ് മാനേജ്മെന്റ് ആക്ട് 2002. ഈ ആക്ട് കേന്ദ്രത്തിൽ പാസാക്കി 2003 ആയപ്പോഴേക്കും സംസ്ഥാനങ്ങളും കൺഫർമേഷൻ ആക്ട് പാസാക്കി. അതിനുശേഷം ആ നിയമം അനുസരിച്ച് മുന്നേറാൻ തുടങ്ങി. അപ്പൊ അതിനകത്ത് പറഞ്ഞിരിക്കുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഒന്ന്, റവന്യൂ ഡെഫിസിറ്റ് 5 വർഷം കൊണ്ട് ഇല്ലാതെയാക്കണം. എന്താണ് ഈ റവന്യൂ ഡെഫിസിറ്റ് എന്ന് പറഞ്ഞാൽ? റവന്യൂ ഡെഫിസിറ്റ് എന്ന് പറഞ്ഞാൽ റവന്യൂ ചെലവും റവന്യൂ വരുമാനവും തമ്മിൽ കൂട്ടിമുട്ടിക്കുക, തമ്മിൽ അന്തരം ഉണ്ടാകാതിരിക്കുക. റവന്യൂ വരുമാനവും റവന്യൂ ചെലവും തമ്മിൽ അന്തരം ഉണ്ടാകാതിരിക്കുക. അപ്പൊ ഞാൻ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യണം കേട്ടോ. എന്താണ് ഈ റവന്യൂ ചെലവ് എന്ന് പറഞ്ഞാൽ? റവന്യൂ ചെലവ് എന്ന് പറഞ്ഞാൽ ശമ്പളം, പെൻഷൻ, പലിശ, ഈ 3 എണ്ണമാണ് റവന്യൂ ചെലവിന്റെ സിംഹഭാഗവും എടുക്കുന്നത്. അത് റവന്യൂ വരുമാനം എന്ന് പറഞ്ഞാലോ, റവന്യൂ വരുമാനം എന്ന് പറഞ്ഞാൽ ആദ്യം നമുക്ക് 2ആയിട്ട് വിഭജിക്കാം. നികുതി വരുമാനം, നികുതിയേതര വരുമാനം. നികുതി വരുമാനം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഇപ്പൊ നമുക്ക് GST എന്നുള്ള വരുമാനം, പിന്നെ സംസ്ഥാന ഗവൺമെന്റ് പിരിക്കുന്ന ചില നികുതികളുണ്ട്. അത് സംസ്ഥാന ഗവൺമെന്റിന്റെ കയ്യിലുള്ള നികുതികൾ ഏതൊക്കെ, തീർച്ചയായിട്ടും ഞാനൊരു യൂട്യൂബ് വഴിയായിട്ട് അത് കൃത്യമായിട്ട് ഇവിടെ പറഞ്ഞിരിക്കും കേട്ടോ, എൻ്റെ സുഹൃത്തുക്കൾക്ക് വേണ്ടിയിട്ട്. അപ്പം അങ്ങനെ നികുതി വരുമാനം, നികുതിയേതര, ഇങ്ങനെ നികുതി വരുമാനമായിട്ടും നികുതിയേതര വരുമാനമായിട്ടും കേന്ദ്ര ഷെയർ ആയിട്ടും കിട്ടുന്നതാണ് ഒരു സംസ്ഥാനത്തിന്റെ വിഭവം എന്ന് പറയുന്നത്. ആ വിഭവത്തിന്റെ ഒരു 82% വരെ, അതിന്റെ ഒരു 90, ചില വർഷങ്ങളിലൊക്കെ 100%, ചില വർഷങ്ങളിലൊക്കെ 79, 80, ഈ തരത്തിലാണ് ഈ വരുന്ന ആകെ വരുമാനം, ശമ്പളം, പെൻഷൻ, ഇതിനൊക്കെ വേണ്ടി ചെലവഴിക്കേണ്ടി വരുന്നത്. അപ്പോൾ പിന്നെ എന്ത് ചെയ്യും? ഇത് മൂലധന ചെലവിനും മറ്റ് ഒരുപാട് ചെലവുകളുണ്ട്. ഈ പറയപ്പെട്ട 3 മാത്രമല്ല, ഈ നമ്മുടെ സെക്രട്ടേറിയറ്റ് നടന്നു പോകുന്നതിന്, അതുപോലെ ഗവൺമെന്റ് ഓഫീസുകൾ നടന്നു പോകുന്നതിനൊക്കെ വേറെ ചെലവുകൾ ഒത്തിരി ഉണ്ട്. അപ്പൊ ഈ റവന്യൂ ചെലവിന് പോലും തികയില്ല റവന്യൂ വരുമാനം. അങ്ങനെ വരുന്ന വിടവിനെയാണ് റവന്യൂ ഡെഫിസിറ്റ് എന്ന് പറയുന്നത്. അതായത് റവന്യൂ വരുമാനം റവന്യൂ ചെലവിനേക്കാൾ കുറവായിരിക്കുക. ആ വ്യത്യാസമാണ് റവന്യൂ ഡെഫിസിറ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഫിസ്ക്കൽ റെസ്പോൺസിബിലിറ്റി ആൻഡ് ബഡ്ജറ്റ് മാനേജ്മെന്റ് ആക്ട് എന്ത് പറഞ്ഞു? റവന്യൂ ഡെഫിസിറ്റ് അനൈഹിലേറ്റ് ചെയ്യുക, ഇല്ലാതെയാക്കുക 5 വർഷം കൊണ്ട്. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഞാൻ ബജറ്റ് ഡോക്യുമെന്റ് എൻ്റെ അടുത്ത് ഇപ്പോൾ വെച്ചിട്ടില്ല. ഇപ്പോഴത്തെ ബജറ്റ് ഡോക്യുമെന്റ് നിങ്ങൾ എടുത്തു നോക്കുക. 1ാമത്തെ പേജിൽ തന്നെ, ബജറ്റ് ഇൻ ബ്രീഫ് എന്ന് പറഞ്ഞ ഡോക്യുമെന്റ് ഞാൻ പറഞ്ഞില്ലേ, അതിന്റെ 1ാമത്തെ പേജിൽ തന്നെ പറയുന്നുണ്ട് എത്രയാണ് റവന്യൂ ഡെഫിസിറ്റ് എന്ന്. എനിക്ക് തോന്നുന്നു 2.11% റവന്യൂ ഡെഫിസിറ്റ് എന്നാണ് എൻ്റെ ഓർമ്മ. ഞാൻ ഇന്ന് നോക്കിയിട്ടില്ല, അതുകൊണ്ട് ചിലപ്പോൾ തെറ്റാം. എനിഹാവും ഇതുവരെ 5 വർഷം എന്ന് പറഞ്ഞാൽ 2002-ലാണ് 2003-ലാണ് 5 വർഷം വെച്ച് റോൾ ഔട്ട് ചെയ്യാൻ തുടങ്ങിയത്. പക്ഷേ ഇപ്പോൾ 2024 റവന്യൂ ഡെഫിസിറ്റ് 0 ആക്കാൻ പറ്റിയിട്ടില്ല. അപ്പൊ FRBM ആക്ടിനോട് നീതി പുലർത്താൻ സംസ്ഥാനങ്ങൾക്കൊന്നിനും കഴിഞ്ഞിട്ടില്ല. ഇപ്പോഴും നമ്മൾ ബാലഗോപാൽ സാറ് കഴിഞ്ഞ ദിവസം പിന്നെ GST കൗൺസിൽ പറഞ്ഞത് ഞങ്ങളുടെ റവന്യൂ ഡെഫിസിറ്റ് ഗ്രാന്റ് നിർത്തിക്കളഞ്ഞു, അതുകൊണ്ട് ഞങ്ങൾക്ക് 24,000 കോടിയുടെ അഡീഷണൽ സ്കീം തരണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം അങ്ങനെ റവന്യൂ ഡെഫിസിറ്റ് അതാണ്. അപ്പോൾ 1ാമത്തെ കണ്ടീഷനാണ് FRBM ആക്ട് ഇൻസിസ്റ്റ് ചെയ്യുന്ന 1ാമത്തെ കണ്ടീഷനാണ് റവന്യൂ ഡെഫിസിറ്റ് ഇല്ലാതെയാക്കുക. 2ാമത്തെ കണ്ടീഷൻ എന്താണ്? ഒരു വർഷം വാങ്ങുന്ന വായ്പ GSDPയുടെ 3% കൂടാൻ പാടില്ല. ഓക്കെ. 3ാമത്തെ പ്രധാനപ്പെട്ട കണ്ടീഷൻ എന്താണ്? സഞ്ചിത കടം GSDPയുടെ 29% മുകളിൽ പോകാൻ പാടില്ല. ഇതാണ് പ്രധാനപ്പെട്ട 1, റവന്യൂ ഡെഫിസിറ്റ് ഇല്ലാതെയാക്കുക. 2, പിന്നെ എന്താണ്, ആനുവൽ ഡെറ്റ്, ഒരു വർഷം എടുക്കുന്ന കടം GSDPയുടെ 3% ഒതുക്കുക. 3, സഞ്ചിത കടം 29%, സഞ്ചിത കടം 29% നിജപ്പെടുത്തുക. ഏതിന്റെ 29%? GSDPയുടെ 29% നിജപ്പെടുത്തുക. നമുക്കൊന്ന് നോക്കാം. ചില വർഷങ്ങളിൽ 2001 മുതലുള്ള കടത്തിന് മാത്രമേ, സഞ്ചിത കടത്തിന്റെ റേറ്റ് ഓഫ് ഗ്രോത്ത് ഒന്ന് കാണിക്കാൻ, എങ്ങനെയാണ് കേരളത്തില് എന്നൊന്ന് കാണിക്കാൻ വേണ്ടി. 2000, 2001 അന്ന് ആരാ ഭരിക്കുന്നത്? UDF ആണ് ഭരണത്തിൽ വന്നത്, AK ആന്റണി. അപ്പോൾ അന്ന് സഞ്ചിത കടം 23,919 കോടിയായിരുന്നു. 23,919 കോടി അന്ന് GSDP റേഷ്യോ ആയിട്ട് എടുത്താൽ, അതായത് FRBM ആക്ട് പറയുന്ന 29% താഴെ നിൽക്കണമെന്നാണ്. പക്ഷേ പിന്നെ FRBM ആക്ടിനും ഒക്കെ എതിരായിട്ട് ഇവിടെ എന്താ
64.64% GSDP-യുടെ. എന്തുകൊണ്ടാണ്? ഞാൻ പറഞ്ഞില്ലേ, ശമ്പള പരിഷ്കരണം 40% മുതൽ 60% വരെ വർധനവോടുകൂടി ശമ്പള പരിഷ്കരണം നടത്തി. അതിനുവേണ്ടി ഒരുപാട് കടം എടുക്കേണ്ടി വന്നു. ആ വർഷത്തെ കണക്ക് നോക്കുകയാണെങ്കിൽ ആകെ കിട്ടിയ റവന്യൂ മതിയായില്ല ഈ ശമ്പള പരിഷ്കരണം നടത്താൻ, അതിന്റെ കുടിശ്ശികയെല്ലാം കൂടെ കൊടുക്കാനായിട്ട്. അപ്പൊ അങ്ങനെ വന്നപ്പോഴത്തേക്കും വലിയ തോതിൽ കടമെടുക്കേണ്ടി വന്നു. അതുകൊണ്ടാണ് 23,919 കോടി കടമെടുക്കേണ്ടി വന്നത്. അത് GSDP-യുടെ 34.64% എത്തിയത്. 29% താഴെ നിജപ്പെടുത്തേണ്ടതാണ് 34.64% എത്തിയത്. പിന്നെ UDF ഗവൺമെന്റ് വളരെ ശ്രമിച്ചു, പിന്നെ ഇതൊന്ന് ഈ GSDP-യുടെ 29% താഴ്ത്തി കൊണ്ടുവരാനായിട്ട്. അങ്ങനെ പിന്നെ 2004 അത് കഴിഞ്ഞിട്ട് UDF-ന്റെ ആ 5 വർഷത്തെ കാര്യം ഞാൻ പറയുന്നില്ല, സ്റ്റാറ്റിസ്റ്റിക്സ് ഇട്ടിട്ടില്ല ഇവിടെ. 2004-5 ആകുമ്പോഴത്തേക്കും LDF ഗവൺമെന്റ് വരുന്നു. അപ്പൊ എന്താണ്, 41,877 കോടിയായിട്ട് സഞ്ചിത കടം ആ വർഷം 41,877 കോടി, അതായത് 41.53% GSDP-യുടെ. അവർക്കത് പിടിച്ചു നിർത്താൻ പറ്റിയില്ല, അത് പൊങ്ങിക്കൊണ്ടിരിക്കുന്നു. ഇനി അടുത്തത് പറഞ്ഞ 2009-10 പറയുന്നത്. 2009-10 70,969 കോടിയായിട്ട് സഞ്ചിത കടം വർദ്ധിച്ചു 30.54% GSDP-യുടെ പെർസെൻറ്റേജ്. 2011-12 UDF വീണ്ടും ഭരണത്തിൽ വന്ന സമയം, അതായത് ഈ 89,420 കോടിയാണ് അന്ന് സഞ്ചിത കടം. അത് 29.04% താഴ്ത്തി കൊണ്ടുവന്നു. പിന്നെ ആ 11-12 മുതൽ 15-16 വരെ UDF ആണ് ഭരിക്കുന്നത്. എല്ലാ വർഷവും 29% തൊട്ട് താഴെ അല്ലെങ്കിൽ 29% നിജപ്പെടുത്തി. അന്ന് ഉമ്മൻചാണ്ടിയാണ് മുഖ്യമന്ത്രിയായിരിക്കുന്നത്. അങ്ങനെ അതിനെ എന്താ പറയുക, FRBM ആക്ടിന്റെ പരിധിക്കകത്ത് തന്നെ കടത്തെ കെട്ടി നിർത്തി ഉമ്മൻചാണ്ടി. അതിനു വേണ്ടിയിട്ട് ഒരുപാട് ക്ലേശിച്ചിട്ടുണ്ടാവണം. ഓക്കെ, എനിഹൗ 16-17 LDF ഗവൺമെന്റ് ഭരണത്തിൽ വരുന്നു. അപ്പോൾ UDF ഗവൺമെന്റ് ഇറങ്ങുമ്പോൾ 2015-16 1,53,200 കോടിയായിരുന്നു സഞ്ചിത കടം. അതായത് 25.21% GSDP-യുടെ. 29 വരെ പോകാം, പക്ഷെ 25.21% 2016-17 LDF ഗവൺമെന്റ് വരുന്നു. അപ്പോൾ എന്ത് സംഭവിച്ചു? 1,86,456 കോടിയായി 2016-17. അന്നാണ് കിഫ്ബി വഴിയുള്ള കടമെടുക്കലൊക്കെ തുടങ്ങിയത്. സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ ഫണ്ട് വഴിയുള്ള കടമെടുക്കൽ തുടങ്ങി ഡോക്ടർ തോമസ് ഐസക്. പക്ഷെ അതൊന്നും ഇതിനകത്ത് വന്നിട്ടില്ല കേട്ടോ. അതൊക്കെ ഇതിനകത്ത് വന്നിരുന്നെങ്കിൽ അത് ബജറ്റിന് പുറത്ത് എന്ന് പറഞ്ഞ് ഈ ബജറ്റ് ഇൻ ബ്രീഫ് ഡോക്യുമെന്റ് നോക്കിയാൽ പോലും അതിന്റെ കണക്കുകളിൽ അത് കാണില്ല. അപ്പം അത് കൂട്ടാതെ തന്നെ എടുത്ത കടമാണ് 2016-17 1,86,456 കോടി. അത് GSDP-യുടെ 30.25%. ഇനി കുറച്ച് വർഷം വിട്ടിട്ട് 2020-21 വന്നാൽ 2,96,900.86 കോടിയാണ് അന്നത്തെ കടം. അതായത് GSDP-യുടെ 38.51%. ആ 2020-21 മുതൽ 24-25 ഈ ടിൽ ഡേറ്റ് വരെ ഇത് വളരെ ഉയർന്നു തന്നെ നിൽക്കുകയാണ്. എന്ന് വെച്ചാൽ നമ്മൾ സഞ്ചിത കടത്തിലേക്ക് ഇങ്ങനെ വാരി കൂട്ടിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ നമ്മുടെ ഫിസ്ക്കൽ ക്രൈസിസ് ആക്കം കൂടി വരുന്നതല്ലാതെ ഒട്ടും കുറയുന്നില്ല എന്നർത്ഥം. അപ്പൊ ഈ 2024-25, അതായത് ഇപ്പോ കഴിഞ്ഞ ഫെബ്രുവരിയിൽ അവതരിപ്പിച്ച ശ്രീ ബാലഗോപാലിന്റെ ബജറ്റിൽ എത്രയാണ് സഞ്ചിത കടം ഈ വർഷം ആകുമെന്ന് പറഞ്ഞിരിക്കുന്നത്? 4,47,857.25 കോടി. 4,47,857.25 കോടി. അതായത് GSDP-യുടെ പെർസെൻറ്റേജ് ആയിട്ട് പറഞ്ഞാൽ 34.15. ഇത്ര വലിയ ഫിസ്ക്കൽ ക്രൈസിസിൽ കേരളം എത്തിപ്പെട്ടിട്ടും 29%-നകത്തേക്ക് കടം നിജപ്പെടുത്താൻ ഗവൺമെന്റിന് കഴിഞ്ഞിട്ടില്ല. അത് വലിയ അപകടകരമായ ഒരു സിറ്റുവേഷൻ. അതായത് ഭരിക്കുന്ന ഗവൺമെന്റ്, ഇതൊക്കെ നിയന്ത്രിച്ചു നിർത്തേണ്ട ഗവൺമെന്റ്, മാനദണ്ഡങ്ങൾ പാലിക്കേണ്ട ഗവൺമെന്റ് അതൊന്നും പാലിക്കുന്നില്ല
എന്ന് വെച്ചാൽ ഈ ജനത്തിന്, ഈ സംസ്ഥാനത്തിന് എന്ത് സംഭവിച്ചാലും ഞങ്ങൾക്കൊരു ചുക്കുമില്ല എന്ന തരത്തിലുള്ള ആറ്റിറ്റ്യൂഡ്. ആ ആറ്റിറ്റ്യൂഡാണ് നാം ചെറുത്തു തോൽപ്പിക്കേണ്ടത്. അപ്പോൾ ഇപ്പോഴത്തെ ഈ വർഷത്തെ ബജറ്റ്, അപ്പോൾ അതായത് ഞാൻ നോക്കി, ഈ 2001 മുതൽ 2024-25 വരെയുള്ള പെർസെൻറ്റേജ് ഇൻക്രീസ്, ഈ കടത്തിലുണ്ടായിട്ടുള്ള പെർസെൻറ്റേജ് ഇൻക്രീസ് നോക്കിയപ്പോൾ 1772.39% വർധനവാണ് 2000, 2001, 2024, 2025 ഇടയ്ക്ക് കടത്തിൽ ഉണ്ടായിരിക്കുന്ന പെർസെൻറ്റേജ് ഇൻക്രീസ് 1772.39%. അതുപോലെ തന്നെ ഞാൻ നോക്കി, UDF കാലത്ത്, അതായത് 2011-12 മുതൽ 2015-16 ആ സമയത്ത് UDF ആണ് ഭരിക്കുന്നത്. ആ സമയത്ത് ആ 5 വർഷത്തിനിടയ്ക്കുണ്ടായ പെർസെൻറ്റേജ് ഇൻക്രീസ് കടത്തില് 71.3% വർധനവാണ് കടത്തിൽ ഉണ്ടായത്. ഇനി അതുപോലെ 2016-17 മുതൽ 2024-25 വരെ LDF ആണല്ലോ ഇപ്പൊ ഈ കഴിഞ്ഞ 8 വർഷങ്ങളിലും തുടർച്ചയായിട്ട് ഭരിക്കുന്നത്. ആ സമയത്ത് കടത്തിൽ ഉണ്ടായിട്ടുള്ള വർധനവ് 192.34%. അതായത് 8 വർഷം കൊണ്ടുണ്ടായ വർധനവ് 192.34%. അതേ സമയത്ത് UDF ഗവൺമെന്റിന്റെ 5 വർഷക്കാലത്ത് ഉണ്ടായത് 71.3%. തീർച്ചയായിട്ടും അന്നത്തെ കടത്തിന്റെ വർധനവിനേക്കാൾ അപ്പോഴും വലിയ ക്രൈസിസ് ഉണ്ട് കേരളത്തില്. പക്ഷെ അതിനേക്കാളൊക്കെ വളരെ കൂടിയ തരത്തിലാണ് പെർസെൻറ്റേജ് ഇൻക്രീസ് LDF ഗവൺമെന്റ്. അപ്പം LDF ഗവൺമെന്റ് വളരെ റെക്ലെസ് ആയിട്ടാണ് കടം എടുത്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതിന്റെ തെളിവാണ് നാം ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. അപ്പം ഇത് പറയുമ്പോൾ തീർന്നില്ല. ഈ സഞ്ചിത കടം ഇങ്ങനെ പൊങ്ങി പൊങ്ങി വരുന്ന സമയത്താണ് അപകടക്കെണി പോലെ കിഫ്ബി വഴിയുള്ള കടമെടുപ്പും സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ ഫണ്ട് ലിമിറ്റഡ് വഴിയുള്ള കടമെടുക്കും. അതാണ് നമുക്ക് ഈ സഞ്ചിത കടത്തോടുകൂടി ഇതും കൂടി ചേർക്കുമ്പോഴാണ് വലിയ അപകട കെണി ഉണ്ട് എന്ന് മനസ്സിലാവുക. അതുകൊണ്ടാണ് കേന്ദ്ര ഗവൺമെന്റ് ഇടപെട്ടതും ഈ കിഫ്ബി വഴിയുള്ള കടവും സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ ഫണ്ട് വഴിയുള്ള കടവും ബജറ്റിനകത്തുള്ള കടമാക്കി മാറ്റണം എന്ന് പറയുകയും ആ രീതി അനുസരിച്ചാണ് ഇത് രണ്ടും, അതായത് സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ ഫണ്ട് ലിമിറ്റഡ് വഴിയുള്ള കടവും കിഫ്ബി വഴിയുള്ള കടവും ബജറ്റിനകത്ത്, അതായത് FRBM ആക്ട് അനുശാസിക്കുന്ന ബജറ്റിനകത്ത് എടുക്കാവുന്ന 3% കടം, ആ 3% കടത്തിലേക്ക് നിജപ്പെടുത്തണം എന്ന് അർത്ഥശങ്കക്കിടയില്ലാതെ ആവശ്യപ്പെടുകയും അങ്ങനെ വന്നതുകൊണ്ടാണ് 3140.7 കോടി രൂപ വീതം ഈ 3% കടം എടുക്കാവുന്ന 3% കടം, ആ 3% കടത്തിൽ നിന്ന് 2022-23, 23-24, 24-25 ഈ 5 വർഷങ്ങളിലായി ഇതുവരെ കിഫ്ബി വഴിയും സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ ഫണ്ട് വഴിയും എടുത്ത കടം ഇതിനകത്ത് എന്താ പറയുക, ഉൾക്കൊള്ളിക്കുന്നത് ഈ കടത്തിന്. അങ്ങനെ ഉൾക്കൊള്ളിക്കുന്നത് കൊണ്ട് എന്താ സംഭവിക്കുന്നത്? ആക്ച്വലി നമുക്ക് 3% കടം എടുക്കാൻ പറ്റില്ല. ആ 3%-ത്തിൽ നിന്നാണ് ഈ 3140.7 കോടിയും കൂടി വെട്ടിക്കുറയ്ക്കേണ്ടി വരുന്നത്. അങ്ങനെയുള്ള ഒരു ദുർഘടാവസ്ഥ വന്നതുകൊണ്ടാണ് ശ്രീ ബാലഗോപാൽ ഇപ്രാവശ്യം GST കൗൺസിൽ കൂടിയപ്പോൾ പറഞ്ഞത് ഞങ്ങൾക്ക് 24,000 കോടിയുടെ ഒരു സ്പെഷ്യൽ പാക്കേജ് തരണം എന്ന് പറയുന്നത്. കാരണം ഈ കിഫ്ബി വഴി എടുക്കാൻ പറ്റുന്നില്ല, സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ ഫണ്ട് ലിമിറ്റഡ് വഴി എടുക്കാൻ പറ്റുന്നില്ല എന്നൊക്കെയുള്ള കാരണം കൊണ്ട്. അപ്പം ഇങ്ങനെ വന്ന ഒരവസ്ഥയിൽ സഞ്ചിത കടം എന്ന് പറയുന്നത് എത്ര അപകടകരമായ ഒരു സ്ഥിതിയാണ് എന്ന് നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അതായത് ഈ ഫിസ്ക്കൽ, അതായത് എല്ലാ സംസ്ഥാന ഗവൺമെന്റ്, കേന്ദ്രം ഫിസ്ക്കൽ ഫെഡറലിസത്തിന് പാരവയ്ക്കുന്നു, ഞങ്ങൾക്ക് കടമെടുക്കാൻ അനുവദിക്കുന്നില്ല, ഫിനാൻസ് കമ്മീഷൻ ഞങ്ങളെ പിഴിയുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഡൽഹിയിൽ പോയി സമരം ചെയ്തത് നമുക്കറിയാം. പക്ഷേ ഈ കേന്ദ്ര ഗവൺമെന്റ് ഫിസ്ക്കൽ റെസ്പോൺസിബിലിറ്റി ആൻഡ് ബജറ്റ് മാനേജ്മെന്റ് ആക്ട് അനുസരിച്ചാണ് ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ഇൻസിസ്റ്റ് ചെയ്യണം. അതായത് സംസ്ഥാന ഗവൺമെന്റ് ഈ മാനദണ്ഡങ്ങൾക്ക് അനുസരിച്ച് കടമെടുക്കാവൂ എന്നൊക്കെ പറയുന്നത്. അപ്പോഴും നമ്മൾ ഓർക്കണം, കേന്ദ്രം അത്ര ശുദ്ധമായ രീതിയിലൊന്നും അല്ല. കേന്ദ്രത്തിന് ഒരുപാട് വളഞ്ഞ വഴികളുണ്ട് എന്ന് പറഞ്ഞാൽ അതിന്റെ ഡീറ്റെയിൽസിലേക്ക് ഞാൻ പോകുന്നില്ല. പക്ഷെ ആ വളഞ്ഞ വഴികളിൽ ചിലത് മാത്രം ഒന്ന് സൂചിപ്പിക്കാം. ഒന്നാമത് കണ്ടമാനം സെസ് ഏർപ്പെടുക. എന്താണ് ഈ സെസ് എന്ന് പറയുന്നത്? ടാക്സ് ഓൺ ടാക്സ് ആണ് സെസ് എന്ന് പറയുന്നത്.
കോൺസ്റ്റിറ്റ്യൂഷണലായിട്ട് സമ്മതിക്കുന്നതാണ്, അനുവദനീയമാണ്. കേന്ദ്ര ഗവൺമെന്റിനും സംസ്ഥാന ഗവൺമെന്റിനും സെസ് ഈടാക്കാം. അങ്ങനെ സെസ് ഈടാക്കാം എന്ന് പറയുമ്പോൾ തന്നെ ഓർക്കണം, 2010 വരെ സെൻട്രൽ പൂളിലേക്ക് വരുന്ന റവന്യൂവിന്റെ 10% മാത്രമായിരുന്നു സെസ് ആയി ഈടാക്കിയിരുന്നത്. അതായത് UPA ഗവൺമെന്റ്, ഒന്നാം UPA ഗവൺമെന്റ്, രണ്ടാം UPA ഗവൺമെന്റും ഒക്കെ കടമെടുത്തിട്ടും സെസ് പിരിച്ചിട്ടും ആ സെസ് എല്ലാം കൂടി സെൻട്രൽ പൂളിലേക്ക് വരുന്ന ടാക്സ് റവന്യൂവിന്റെ 10% മാത്രമേ ആകുമായിരുന്നുള്ളൂ. പക്ഷേ ഈ കഴിഞ്ഞ 10 വർഷം കൊണ്ട്, അതായത് BJP ഗവൺമെന്റിന്റെ 10 വർഷം, 2014 മുതലും കൂട്ടണ്ട, 2018 മുതൽ 23 വരെയുള്ള കാലഘട്ടം കൊണ്ട് സെസ്സിലുണ്ടായ വർധനവ് 133% ഓർക്കണം. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ഒരു മാർഗം. പിന്നെ രണ്ടാമത്തെ മാർഗം എന്ന് പറയുന്നത്, കേന്ദ്ര ഗവൺമെന്റ് സെൻട്രലി സ്പോൺസേഡ് സ്കീംസിന്റെ ഒക്കെ കേന്ദ്രത്തിന്റെ ഷെയർ വെട്ടി കുറച്ച് സംസ്ഥാനങ്ങളുടെ ഷെയർ വർദ്ധിപ്പിക്കുന്നു. അപ്പോഴും സംസ്ഥാനങ്ങൾ പ്രതിരോധത്തിലാകുന്നു. അങ്ങനെ വിവിധ മാർഗങ്ങളിൽ കേന്ദ്ര ഗവൺമെന്റ് ഫെഡറലിസത്തിന് എതിരായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മുടെ ബാലഗോപാൽ സാറ് അവിടെ ചെന്ന് ഞങ്ങൾക്ക് നീതി കിട്ടണം, 24,000 കോടിയുടെ അധിക ബെനിഫിറ്റ് തരണം, ഒരു പാക്കേജ് തരണം എന്നൊക്കെ പറയുന്നതിൽ തെറ്റുണ്ട്, അനീതിയുണ്ട് എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ നമ്മുടെ സംസ്ഥാനത്തിന്റെ കയ്യിൽ ഒതുങ്ങുന്ന തരത്തില് കടം മേടിക്കലും ഒക്കെ ആയിട്ട് മുൻപോട്ട് പോയില്ലെങ്കിൽ ഇത് നമ്മുടെ ഭാവി തലമുറയെ ബാധിക്കും. ഇപ്പൊ പറയുന്നത് എന്താണ് പറയുന്നത്? അത് മൂലധന ചെലവിന് വേണ്ടിയല്ലേ കടമെടുക്കുന്നത്? ശരിയാണ്, മൂലധന ചെലവിന് വേണ്ടിയാണ് കടമെടുക്കുന്നത്. മൂലധന ചെലവെന്ന് പറഞ്ഞാൽ എന്താണ്? മൂലധന ചെലവ് എന്ന് പറഞ്ഞാൽ നമുക്കതിനെ രണ്ടായിട്ട് വിഭജിക്കാം. എങ്ങനെയാണ്? സോഷ്യൽ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ്, ഫിസിക്കൽ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ്. എന്താണ് സോഷ്യൽ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാല്? വിദ്യാഭ്യാസം, ആരോഗ്യം എന്നിവയ്ക്കുള്ള ഇൻഫ്രാസ്ട്രക്ചർ എന്ന് വെച്ചാൽ ആ മേഖലകളിൽ ആ സംസ്ഥാനം വികസിക്കും. ഇനി എന്താണ് ഫിസിക്കൽ ഇൻഫ്രാസ്ട്രക്ചർ അഥവാ ഭൗതിക അടിസ്ഥാന സൗകര്യം എന്ന് പറയുന്നത്? റോഡ്, പാലം, അങ്ങനെയൊക്കെയുള്ള എല്ലാത്തര വികസനവുമാണ് ഫിസിക്കൽ ഇത് രണ്ടും ഉണ്ടെങ്കിൽ, പ്രത്യേകിച്ച് ഫിസിക്കൽ ഇൻഫ്രാസ്ട്രക്ചർ വികസിക്കുക എന്ന് വെച്ചാൽ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് ഇംപ്രൂവ് ചെയ്യും, വ്യവസായങ്ങൾ വരും. പക്ഷേ ഇതൊക്കെ ഇംപ്രൂവ് ചെയ്താൽ പോലും കേരളത്തിലേക്ക് വ്യവസായം വരാൻ ബുദ്ധിമുട്ടാണ്, ബിക്കോസ് ഓഫ് ലേബർ മിലിറ്റൻസി. അപ്പൊ ലേബർ മിലിറ്റൻസി ഒക്കെ ഒന്ന് തേച്ച് മിനുക്കി ഒക്കെ വെച്ചാൽ മാത്രമേ ഇവിടേക്ക് വ്യവസായങ്ങൾ വരൂ. ഇനി സോഷ്യൽ ഡെവലപ്മെന്റ്, സോഷ്യൽ ഇൻഫ്രാസ്ട്രക്ചർ, തീർച്ചയായിട്ടും ഇവിടെ ഗവൺമെന്റ് ഇൻവെസ്റ്റ് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ പിന്നെ സ്വകാര്യ മേഖലയിലാണ് സോഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതും ക്വാളിറ്റി കുറഞ്ഞു പോകുന്നു. അതുകൊണ്ടാണ് ബ്രെയിൻ ഡ്രെയിൻ ഒക്കെ നടക്കുന്നത്. ഇനി ഒരു കാര്യം ഓർക്കണം, ഇപ്പൊ ഈ കഴിഞ്ഞ മാസം ജൂണില് സഞ്ചിത കടത്തെ പറ്റി പറയുന്നത് കൊണ്ടാണ് 3500 കോടി കടമെടുത്തു കഴിഞ്ഞ മാസം, റിട്ടയർമെന്റിന്റെ ചെലവുകളും മറ്റെല്ലാം ചെലവ് നോക്കാൻ വേണ്ടി 3500 കോടി കടമെടുത്തപ്പോൾ 1500 കോടി 15 വർഷത്തെ ഇതില് കാലപരിധി വെച്ചിട്ടാണ് കടമെടുത്തത്. 2000 കോടി, 1500 കോടി 31 വർഷത്തെ കാലപരിധിക്കാണ് കടമെടുത്തത്. അതാണ് ഞാൻ പറഞ്ഞ, നമ്മൾ കടമെടുക്കുമ്പോൾ അത് വരും തലമുറയെ എങ്ങനെ ബാധിക്കും എന്നുകൂടി നോക്കണം. അപ്പൊ വരും തലമുറ 31 വർഷം എന്ന് പറയുമ്പോൾ നമ്മളിൽ പലരും കാലഹരണപ്പെട്ടിട്ടുണ്ടാവും. എന്ന് വെച്ചാൽ അടുത്ത തലമുറയിലേക്ക് വരെ ആ വായ്പയുടെ ഭാരം ചെല്ലും എന്നർത്ഥം. ഇത് തന്നെയാണ് CAG ഒക്കെ ചൂണ്ടിക്കാണിക്കുന്നത്. കേരളം ഇങ്ങനെ കടം എടുത്തിട്ടുണ്ടെങ്കിൽ ഭാവി തലമുറയെ അത് ബാധിക്കും, അത് ട്രാൻസ്പെറന്റ് അല്ല, കിഫ്ബി വഴിയൊക്കെ ഉള്ള കടം എന്നൊക്കെ അവർ പറയാറുള്ളത്. അപ്പൊ അങ്ങനെ പറയുമ്പോൾ ഗവൺമെന്റ് പറയുന്നു, ഇല്ല, കിഫ്ബി വഴിയോ കിഫ്ബി വഴിയൊക്കെ എടുക്കുന്ന പണം മൂലധന ചെലവിന് വേണ്ടിയാണ് എടുക്കുന്നത്. മൂലധന ചെലവ് അത് റോഡും പാലവും റെയിലും ഒക്കെ ഉണ്ടാകുന്നത് ഭാവി തലമുറയ്ക്ക് വേണ്ടിയല്ലേ? അപ്പൊ ഞാൻ ഒരൊറ്റ ചോദ്യം ചോദിച്ചോട്ടെ. കേരളയില് പ്രശ്നം എന്തായിരുന്നു? കേരളയിലിന്റെ പ്രശ്നം അതായത് 1980കളിൽ കേരളയിൽ വളരെ സജീവമായിരുന്നു ജപ്പാൻ പോലെയുള്ള രാജ്യങ്ങളിൽ. അവിടെ കാലഹരണപ്പെട്ട കേരളയിൽ പദ്ധതി എങ്ങനെയെങ്കിലും കേരളത്തിന്റെ തലയിൽ വെച്ച് കെട്ടാനാണ് ജപ്പാൻ ശ്രമിച്ചത്. അങ്ങനെയാണ് ജപ്പാന്റെ ഫിനാൻഷ്യൽ എയ്ഡ് എന്നൊക്കെ പറഞ്ഞ്, എന്ന് വെച്ചാൽ കൊടുക്കേണ്ടവർക്കൊക്കെ കൊടുക്കേണ്ട രീതിയിൽ കൊടുത്ത് അഡ്ജസ്റ്റ്മെന്റ് ഒക്കെ ചെയ്തായിരിക്കും കേട്ടോ കേരളയിൽ പദ്ധതി കേരളത്തെ കൊണ്ട് അംഗീകരിപ്പിച്ചത്. പക്ഷെ അത് ഇതുവരെ നടപ്പായില്ല. എങ്കിൽ പോലും എന്താ സംഭവിച്ചതെന്ന് നമുക്കറിയാം.
എല്ലാം ഒരുപാട് കേരയിൽ കടന്നു പോകുമെന്ന് പറഞ്ഞ് വിഭാവന ചെയ്ത അല്ലെങ്കിൽ സ്കീം ഉണ്ടാക്കിയ മേഖലകളിലൊക്കെ കുറ്റി നാട്ടി വിൽക്കാനും പാടില്ല, വീട് വെക്കാനും വയ്യ, വായ്പ എടുക്കാനും വയ്യ എന്ന രീതിയിൽ കേരളത്തിലെ പരശതം പിന്നെ വ്യക്തികളെ, പൗരന്മാരെ സങ്കടത്തിലേക്ക് തള്ളിവിടുകയാണ് കേരയിൽ ചെയ്തത്. കേരയിൽ സ്കീം സ്വപ്നത്തിൽ പോലും നടക്കാൻ പോകുന്ന കാര്യമല്ല. ഇനി എന്നിട്ട് തന്നെ അത് നല്ലതല്ലേ ഭാവി തലമുറയ്ക്ക് വേണ്ടിയിട്ട് എന്നാ ഇവരൊക്കെ ചോദിക്കുന്നത്. ഈ ഭാവി തലമുറയ്ക്ക്, അതായത് 1980കളിൽ ജപ്പാനിൽ കാലഹരണപ്പെട്ട കേരയിലാണ് കേരളത്തിൽ ഇനി കൊണ്ടുവന്ന് 50 വർഷം കൊണ്ട് ചെയ്യാനിരിക്കുന്നത്. അപ്പോഴേക്കും ഈ സിസ്റ്റം ഒക്കെ മാറി, അതായത് നമ്മുടെ ട്രാൻസ്പോർട്ട് സിസ്റ്റം ഒക്കെ മാറി. ഇപ്പോൾ തന്നെ ഏരിയൽ റെയിൽ സിസ്റ്റം വന്നു തുടങ്ങി. ഏരിയൽ റെയിൽ സിസ്റ്റം, ഭൂമിയിലൂടെ അല്ലാതെ ആകാശത്തിലൂടെ ഓടുന്ന റെയിൽ സിസ്റ്റം വന്നു തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെയുള്ള കാലഘട്ടത്തിൽ, ടെക്നോളജി മാറിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ ഇതുപോലെ കാലഹരണപ്പെട്ട മൂലധന ചെലവല്ല ഒരു സംസ്ഥാനത്തിന് വേണ്ടത്. അപ്പോൾ അത് മാത്രവുമല്ല, താങ്ങാവുന്ന മൂലധന ചെലവേ വരുത്താവൂ. കാരണം അതിൻ്റെ ദൈർഘ്യം, അതിൻ്റെ ആയുസ്, അത് എത്ര കാലത്തേക്ക് ആവശ്യം വരും എന്നുള്ളത് തന്നെ വളരെ അപ്രതീക്ഷിതമാണ്. ബിക്കോസ് ഓഫ് ദി ചേഞ്ച് ഇൻ ദി ടെക്നോളജി ആൻഡ് അതർ തിങ്സ്. ഓക്കെ. അപ്പോൾ അത് കാരണം സഞ്ചിത കടം എന്ന് പറയുന്നത് വളരെ ശ്രദ്ധയോടുകൂടി മാത്രം വളരാൻ അനുവദിക്കേണ്ട കടമാണ്. അത് മൂലധനത്തിന് വേണ്ടിയാണെങ്കിൽ തരക്കേടില്ല, മൂലധന ചെലവിന് വേണ്ടിയാണെങ്കിൽ പോലും വളരെ കൃത്യതയോടുകൂടിയും ടൈം ബൗണ്ടായിട്ടും ചെലവഴിക്കേണ്ടതാണ്. അതുപോലെ അതിൻ്റെ ആഫ്റ്റർ ഇഫക്റ്റ്, അതായത് അത് 100 വർഷത്തേക്ക് കണക്ക് കൂട്ടി ഒരിക്കലും മൂലധന ചെലവ് നടത്തരുത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എത്രയും പെട്ടെന്ന് അത് കാലഹരണപ്പെട്ടു പോയെന്നിരിക്കാം. അപ്പം നമ്മൾ വെറുതെ കുഴിച്ചിട്ടതാകും. അതുകൊണ്ട് അങ്ങനെ മൂലധന ചെലവ് വരുത്തിയിട്ട് കാര്യമില്ല. അപ്പം സഞ്ചിത കടം വളരെ കൃത്യതയോടുകൂടി ആലോചിച്ച് ബുദ്ധിപൂർവം വരുത്തി വെക്കേണ്ട കടമാണ്. വെറുതെ ഭാവി തലമുറയ്ക്ക് ബാധ്യതയാക്കി വരുത്തി വെക്കേണ്ടതല്ല.